വെളിച്ചവിന്യാസം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ഷാർജ. ചരിത്രവും സംസ്കാരവും ഒക്കെ വെളിച്ചവിന്യാസത്തിൽ സന്ദർശകർക്ക് മുന്നിലെത്തുന്ന വിസ്മയ കാഴ്ച. എമിറേറ്റിന്റെ 12 ഇടങ്ങളിലായാണ് ഇത്തവണ ലൈറ്റ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. പതിവിന് വിപരീതമായ കാഴ്ച. ഒരു നാടിന് സുരക്ഷയൊരുക്കാൻ ഓടിപ്പായുന്ന പോലീസിന്റെ കാഴ്ചകൾ ഷാർജ പോലീസിന്റെ ആസ്ഥാനത്ത്. സുരക്ഷാ ക്യാമറകൾ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ വെളിച്ചത്തിന്റെ വിന്യാസത്തിൽ മുന്നിലെത്തി. ഇതുപോലെ എമിറേറ്റിലെ 12 ഇടങ്ങളിലാണ് ഇത്തവണ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ഒരുക്കിയത്. ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിലെ 13ാമത് എഡിഷനിലെ കാഴ്ചകളാണ് ഇത്. ശബ്ദവും വെളിച്ചവും വിന്യസിച്ച് ഒരു നാടിന്റെ വികാസ പരിണാമങ്ങൾ അവതരിപ്പിച്ചു. പതിവിൽ നിന്നും വിഭിന്നമായി ആകാശത്ത് ഡ്രോൺ കാഴ്ചകൾ. ഷാർജയുടെ ഏറ്റവും പുതിയ ലോഗോയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മുദ്രകളും ഡ്രോൺ കാഴ്ചകളായി ആകാശത്തെത്തി. ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ ഖാലിദ് ജാസിം അൽ മിത്ഫ പോലീസ് ആസ്ഥാനത്ത് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള 15 ലോകോത്തര ആർട്ടിസ്റ്റുകളാണ് ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും ഉത്സവം ഒരുക്കിയത്. A lot of challenges because you're doing all 4 sides as well, so it's challenging to do that. But and also to work on the concept of reflection, choosing the right textures, writing the right elements that will emulate reflection, and the color schemes as well. Because obviously there's a lot of ambient light around the mosque, and we're trying to, as much as possible, to counter this light with brighter colors. And we worked a lot with reflective materials like mirrors and reflective metal, as well as water reflections as well. എമിറേറ്റിലെ 13 പൈതൃക സാംസ്കാരിക കേന്ദ്രങ്ങളിലായാണ് ലൈറ്റ് ഫെസ്റ്റിവൽ. ഷാർജ പോലീസ് ആസ്ഥാനം, അൽഹംരിയ ജനറൽ സൂക്ക്, കൽബ വാട്ടർ ഫ്രണ്ട് എന്നിവ പുതിയ കാഴ്ചയുടെ കേന്ദ്രങ്ങൾ. ഖാലിദ് ലഗൂൺ, അൽമജാസ് വാട്ടർ ഫ്രണ്ട്, ബിയ ആസ്ഥാനം, ദെയ്ദ് ഫോർട്ട്, ഷാർജ മോസ്ക്, ഷെയ്ഖ് സായിദ് അൽ ഖാസ്മി മോസ്ക്, അൽനൂർ മോസ്ക്, അൽ റഫീസ ഡാം, ലൈറ്റ് വില്ലേജ് എന്നിവയെല്ലാം പതിവ് കേന്ദ്രങ്ങൾ. അൽമജാസിലും അൽനൂർ പള്ളിയിലുമെല്ലാം ഓരോ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ്. രുചിയുടെയും വിനോദത്തിന്റെയും ഇടം കൂടിയാണ് ഷാർജ യൂണിവേഴ്സിറ്റി ഹാളിന് സമീപത്തെ ലൈറ്റ് വില്ലേജ്. മലയാളികളടക്കം നിരവധി പേർ ഓരോ ദിവസവും വെളിച്ചോത്സവം കാണാനെത്തുന്ന വേദിയാണ് ഈ ലൈറ്റ് വില്ലേജ്. ഞങ്ങൾ വിസിറ്റിങ്ങിന് ഇവിടെ വന്നതാണ്, ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അജ്മാലിലാണ്. ഞങ്ങളെല്ലാവരും എല്ലായിടത്തും എൻജോയ് ചെയ്തു. ഇവിടെ ഒന്ന് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഉള്ളിൽ കയറി കാണാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. കഴിഞ്ഞ വർഷം ആ ദീമലും ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല, അത് ഉള്ളിൽ ഇൻസൈഡ് മാത്രമേ ഉള്ളൂ. ഇന്ന് സ്റ്റാർട്ടായിട്ടല്ലേ ഉള്ളൂ, ഇനി പോകും വരും ദിവസങ്ങളിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. പിന്നെ അത് പെട്ടെന്ന് അത് മിസ് ഔട്ടായി പോയി. നല്ല ഒരു ഇതാണ് എന്തായാലും. ഇപ്പോൾ അതെ, എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് വരാനായിട്ടൊരു നല്ല സ്ഥലമാണ്, ഒരു ഔട്ടിങ് കാര്യങ്ങളായിട്ട്. ഇവിടെ നമുക്ക് നടക്കാനുള്ളൊരു ഈവനിങ് ഒക്കെ വന്ന് നടക്കാവുന്ന ഒരു സ്ഥലമാണല്ലോ ഇവിടെ, ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ നല്ലൊരിതായിട്ട് തോന്നി. ഇപ്പോൾ ക്ലൈമറ്റും അതിന് പറ്റിയ ഒരു നല്ല കാലാവസ്ഥയല്ലേ, കാരണം കൊണ്ട് ഇങ്ങനെ കയറി. നന്നായിരിക്കുന്നു. ഒരു ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്, കുഴപ്പമില്ല. അതെ നാട്ടിലത്തെ ഒരു പ്രതീതി ഉണ്ട്, നമ്മുടെ ഉത്സവത്തിനൊക്കെ പോയുള്ള ഒരു പ്രതീതി ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല, നന്നായിട്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് വെളിച്ചോത്സവം തുടങ്ങും. ഞായർ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 11 മണി വരെയും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രി 12 മണി വരെയുമാണ് ആഘോഷം.
റിഫ്ലക്ഷൻസ് എന്ന ആശയത്തിലൂന്നിയാണ് ഈ സീസണിൽ വെളിച്ചോത്സവം ഒരുക്കിയിട്ടുള്ളത്. ഷാർജയുടെ പൈതൃകവും ചരിത്രവും സ്നേഹവും സമൃദ്ധിയുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചകൾ. സന്ദർശകരുടെ മുഖത്തും സന്തോഷത്തിന്റെ വർണ്ണരാജികൾ വിരിയുന്ന പ്രകാശോത്സവം.